1874 നടന്ന ആ ഒരു സംഭവം ഇപ്പൊ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരാൾ ഒരു മുറിക്കുള്ളിൽ കയറുന്നു, എന്നിട്ട് വാതിലടയ്ക്കുന്നു. കുറച്ചു കാലത്തിനു ശേഷം അധികാരികൾ വന്ന് ആ മുറി തുറക്കുമ്പോൾ അവിടെ അയാളുടെ ഭൗതിക ശരീരമില്ല. പകരം ആ ശരീരം പൂർണ്ണമായും പ്രകാശമായി മാറി പ്രപഞ്ചത്തിൽ ലയിച്ചു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണത്. അതെ, ഇത് കേൾക്കുമ്പോൾ ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളിലെ രംഗങ്ങൾ പോലെ തോന്നാമല്ലേ? എന്നാൽ പുരാതനമായ ഈ അത്ഭുതങ്ങളെ കോശങ്ങളുടെ പുനരുൽപാദനം, പിന്നെ ആ ജീവശാസ്ത്രം എന്നിവയുമായി ബന്ധിപ്പിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞാലോ? ഈ അവിശ്വസനീയമായ കാര്യങ്ങൾ പരിശോധിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈ വിശദമായ വിശകലനത്തിൽ നാം നോക്കാൻ പോകുന്നതും അതാണ്. ശരിയാണ്. കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ കൗതുകകരമായ ഒരു വിഷയമായിരിക്കും. ഇപ്പോ സത്യദർശൻ എന്ന യൂട്യൂബ് ചാനലിലെ വള്ളലാർ നേടിയ ശാരീരിക മാറ്റങ്ങളുടെ രഹസ്യങ്ങൾ എന്ന വീഡിയോയെ അടിസ്ഥാനമാക്കിയാണ് നാം ഇന്ന് ഈ വിവരങ്ങൾ പരിശോധിക്കുന്നത്. അതെ, അതായത് പുരാതന കാലം മുതൽ നമ്മുടെ സംസ്കാരത്തിലുള്ള ബ്രഹ്മചര്യം, പിന്നെ കായസിദ്ധി എന്നീ സങ്കല്പങ്ങളെ കേവലം വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നോക്കുന്നത്, മറിച്ച് അതിന് പിന്നിലുള്ള ആധുനിക ജീവശാസ്ത്രപരമായ വാദങ്ങളെ മുൻനിർത്തിയാണ് നാം ഇത് പരിശോധിക്കുന്നത്. അപ്പോ നമുക്കിതൊന്ന് വിശദമായി തന്നെ നോക്കാം. ഈ മാംസവും രക്തവുമുള്ള ശരീരത്തെ പ്രകാശമാക്കി മാറ്റുക എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും ഒരു അവിശ്വസനീയമായ കാര്യമായി തോന്നാം. ഈ സ്രോതസ്സുകൾ ഇതിനൊരു മെഡിക്കൽ അടിത്തറ നൽകുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. തീർച്ചയായും നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് മനുഷ്യ ശരീരത്തിന്റെ ഈ വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത്? ഈ അസാധാരണമായ പരിണാമത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മചര്യം എന്ന ഒരു ആശയമാണ്. സാധാരണയായി ബ്രഹ്മചര്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിന്തിക്കുന്നത് വിവാഹം കഴിക്കാതിരിക്കുക എന്നൊക്കെയാണല്ലോ. അതെ, അല്ലെങ്കിൽ ഇപ്പോ എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുക എന്നൊക്കെ. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. എന്നാൽ ഈ രേഖകൾ നൽകുന്ന ജീവശാസ്ത്രപരമായ വിശദീകരണം അതല്ല. ശരീരത്തിലെ പുനരുൽപാദന ദ്രാവകം, അതായത് ആ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്, നമ്മൾ നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഓഹോ, അതായത് നമ്മുടെ ശരീരത്തിന്റെ ജീവശക്തിയെ ഉയർന്ന പലിശ നൽകുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ നമ്മൾ കാണുക. നമ്മൾ ദിവസവും പണം ചെലവാക്കിയാൽ പെട്ടെന്ന് പാപ്പരാകും, അല്ലേ? അതെ, സംശയമില്ല. എന്നാൽ അത് ചിലവാക്കാതെ അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചാല് ഭാവിയിൽ വലിയൊരു നിക്ഷേപമാക്കി മാറ്റാം. എന്നാൽ എനിക്കിവിടെ ചെറിയൊരു സംശയമുണ്ട്. നമ്മളിപ്പോ തികച്ചും ശാസ്ത്രീയമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അതെ. ഇത് വെറും പുരാതന ഗ്രന്ഥങ്ങളിൽ മാത്രം പറയുന്ന കാര്യമാണോ, അതോ ഇതിനെന്തെങ്കിലും മെഡിക്കൽ പിൻബലമുണ്ടോ എന്ന് കേൾക്കുന്നവർക്കിപ്പോ സ്വാഭാവികമായും സംശയം തോന്നാമല്ലോ. ഉറപ്പായും തോന്നാം. അവിടെയാണ് പാശ്ചാത്യ ഡോക്ടർമാരായ ഡോക്ടർ ജിയോ ലൂയിസ്, പിന്നെ ഡോക്ടർ ഇ.ബി. മില്ലർ എന്നിവരുടെ ക്ലിനിക്കൽ നിരീക്ഷണങ്ങൾ വളരെ ശ്രദ്ധേയമാകുന്നത്. അവർ അവരുടെ ഗവേഷണങ്ങളിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന രക്തത്തിലെ ഏറ്റവും സൂക്ഷ്മമായ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ പുനരുൽപാദന ദ്രാവകത്തിലാണെന്നാണ്. എന്ന് വെച്ചാൽ അതൊരു സാധാരണ ദ്രാവകമല്ല എന്നാണോ? അല്ലല്ല, അതൊരു സാധാരണ ശരീരദ്രവമല്ല. അതിൽ പ്രോട്ടീനുകൾ, എൻസൈമുകൾ, സിങ്ക് തുടങ്ങിയ ജീവൻ ആധാരമായ ഘടകങ്ങൾ ഏറ്റവും ഉയർന്ന അളവിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഹൈ ഒക്ടേൻ ഇന്ധനമാണത്. ശരി, അപ്പോൾ നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഏറ്റവും മികച്ച സത്ത് ശരീരം ഒരു പ്രത്യേക ദ്രാവകമായി മാറ്റിവെക്കുന്നു, അത് സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു വലിയ ലോജിക്കൽ പ്രശ്നം ഇവിടെ തോന്നുന്നുണ്ട്. എന്താണ്? ഈ ഊർജം നമ്മൾ പുറത്തേക്ക് കളയാതെ ശരീരത്തിൽ തന്നെ ദീർഘകാലം സൂക്ഷിക്കുന്നു എന്ന് കരുതുക. എങ്കിൽ അത് ശരീരത്തിൽ എവിടെയെങ്കിലും കെട്ടിക്കിടക്കില്ലേ? ഇപ്പൊ വെള്ളം ഒരിടത്ത് കെട്ടിക്കിടന്നാൽ അത് മലിനമാകുന്നത് പോലെ ശരീരത്തിനകത്ത് ഈ ഹൈ കോൺസെൻട്രേറ്റഡ് ദ്രാവകം കെട്ടിക്കിടക്കുന്നത് വലിയ ദോഷം ചെയ്യില്ലേ? നിങ്ങളിപ്പോ ഒരുപക്ഷെ യാത്ര ചെയ്തുകൊണ്ടോ മറ്റോ ഈ പരിപാടി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ സംശയം തോന്നിയിട്ടുണ്ടാകാം. വളരെ കൃത്യമായൊരു ചോദ്യമാണത്. ഈ ഊർജം കെട്ടിക്കിടക്കും എന്ന് ചിന്തിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ ശരീരത്തിന്റെ ഡിസൈൻ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ സങ്കീർണമാണ്. ഈ പുനരുൽപാദന ദ്രാവകം പുറത്തുവിടാതെ സംരക്ഷിക്കുമ്പോൾ ശരീരത്തിൽ ഫാഗോസൈറ്റോസിസ് എന്നൊരു ജീവശാസ്ത്രപരമായ പ്രക്രിയ നടക്കുന്നുണ്ട് എന്ന് ഈ ഉറവിടങ്ങൾ വിശദീകരിക്കുന്നു. ഫാഗോസൈറ്റോസിസ് കേൾക്കാൻ നല്ല ഗാംഭീര്യമുള്ള വാക്കാണ്. പക്ഷേ ഇതൊന്ന് ലളിതമായി പറയാമോ? ഈ കെട്ടിക്കിടക്കുന്ന ഊർജത്തെ ശരീരം ശരിക്കും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതൊരു ചെറിയ ഉപമയിലൂടെ ഞാൻ പറയാം.
പുറത്തുനിന്ന് യാതൊന്നും വരാത്ത പൂർണ്ണമായും അടച്ചുപൂട്ടിയ ഒരു നഗരം ഇപ്പോൾ സങ്കല്പിക്കുക. ആ നഗരത്തിലെ ഫാക്ടറികൾക്ക് പ്രവർത്തിക്കാൻ ഊർജം വേണം. അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ എന്ത് ചെയ്യും? അവരിപ്പോ ഉള്ള സാധനങ്ങൾ വെച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതെ, നഗരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അത് റീസൈക്ലിംഗ് പ്ലാന്റിലിട്ട് വിഘടിപ്പിച്ച് പുതിയ ഇന്ധനമാക്കും, അല്ലേ? അതെ, അതാണ് ഫാഗോസൈറ്റോസിസ്. ഉപയോഗിക്കപ്പെടാത്ത ഈ ദ്രാവകത്തെ ശരീരത്തിലെ കോശങ്ങൾ തന്നെ വിഘടിപ്പിച്ച് വീണ്ടും രക്തത്തിലേക്ക് കലർത്തുന്നു. ഓഹോ, അപ്പൊ അത് കെട്ടിക്കിടക്കുന്നില്ല? ഇല്ല, ശരീരത്തിന് പുറത്തേക്ക് പോകാത്ത ആ ഊർജം പുനരാഗീരണം ചെയ്യപ്പെട്ട്, അതായത് റീഅബ്സോർബ് ചെയ്യപ്പെട്ട് നേരെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് വഴി നമ്മുടെ തലച്ചോറിലേക്കും നാഡീവ്യൂഹത്തിലേക്കും എത്തുന്നു. തലച്ചോറിന് പ്രവർത്തിക്കാൻ ഇതിലും മികച്ചൊരു ഇന്ധനം വേറെ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീസൈക്ലിംഗ് പ്രക്രിയയിലൂടെ തലച്ചോറിന് ഹൈഗ്രേഡ് ഇന്ധനം കിട്ടുന്നു. ലോജിക്കലി എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരുപാട് കൽക്കരി കൊണ്ടുവന്ന് പവർ പ്ലാന്റിൽ വെറുതെ കൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അത് കത്തിച്ച് അതിൽ നിന്ന് ഊർജമെടുക്കാൻ ഒരു മെക്കാനിസം വേണ്ടേ? ശരിയാണ്. വലിയൊരു ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയാൽ മാത്രം കറണ്ട് കിട്ടില്ല. ആ വെള്ളം ശക്തിയായ ഒരു ടർബൈനിൽ ഇടിപ്പിക്കണം. അതുപോലെ ഈ റീസൈക്കിൾ ചെയ്ത എനർജി വെറുതെ തലച്ചോറിൽ ഇരുന്നാൽ എങ്ങനെയാണ് ഈ പറയുന്ന സൂപ്പർ ഹ്യൂമൻ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? അവിടെയാണ് നമ്മൾ കേവലം ബയോളജിയിൽ നിന്നും മാറി ഈ പറയുന്ന ഹഠയോഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞതുപോലെ വെറുതെ ഊർജം സംരക്ഷിച്ചാൽ അത് കടുത്ത മാനസിക സമ്മർദ്ദമായി മാറും. അതെ, ആ ഡാമിലെ വെള്ളം ടർബൈനിലൂടെ കടത്തിവിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ശരിക്കും യോഗയിലെ പ്രാണായാമം, ശിരസാസനം, പിന്നെ ആഴത്തിലുള്ള ധ്യാനം എന്നിവ. ഈ പ്രക്രിയകളിലൂടെ സംഭരിക്കപ്പെട്ട ഭൗതിക ഊർജം ബയോ ഇലക്ട്രിക് എനർജിയായി രൂപാന്തരപ്പെടുന്നു. ഈ പുതിയ ഊർജത്തെയാണ് യോഗികൾ ഓജസ് അല്ലെങ്കിൽ തേജസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശിരസാസനം പോലുള്ള യോഗാഭ്യാസങ്ങൾ വെറുമൊരു ഫിസിക്കൽ വർക്കൗട്ട് അല്ല, അതൊരു ഊർജ പരിവർത്തന പ്രക്രിയയാണ്. അതെ, കൃത്യമായി. ശാരീരികമായി ജീവശാസ്ത്രപരമായി ഈ ശിരസാസനവും പ്രാണായാമവും ചെയ്യുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ സ്രോതസ്സുകൾ അതിനെ ശാസ്ത്രീയമായി എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇത് വളരെ രസകരമായ ഒരു ഭാഗമാണ്. നമ്മൾ ശിരസാസനം ചെയ്യുമ്പോൾ ഗുരുത്വാകർഷണത്തിന് വിപരീതമായി നമ്മുടെ രക്തപ്രവാഹം പൂർണ്ണമായും തലച്ചോറിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇതിനോടൊപ്പം പ്രാണായാമം അഥവാ കൃത്യമായ ശ്വസന വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഡിയായ വാഗസ് നാഡി ശാന്തമാകുന്നു. വാഗസ് നാഡി, ഒരു നിമിഷം. ഈ വാഗസ് നാഡി എന്ന് പറയുന്നത് നമ്മുടെ വിശ്രമത്തെയും ദഹനത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാന ഹൈവേ അല്ലേ? ഈ നാഡി ശാന്തമാകുന്നതും നമ്മൾ സൂപ്പർ ഹ്യൂമൻ ആകാനും തമ്മിൽ എന്താണ് ബന്ധം? അത് തന്നെയാണ് ഇതിലെ താക്കോൽ. വാഗസ് നാഡി ശാന്തമാകുമ്പോൾ ശരീരം അതിജീവനത്തിന്റെ, അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അവസ്ഥയിൽ നിന്ന് മാറി പൂർണ്ണമായും വിശ്രമത്തിന്റെയും കേടുപാടുകൾ പരിഹരിക്കുന്നതിന്റെയും അവസ്ഥയിലേക്ക് മാറുന്നു. ഓ, റെസ്റ്റ് ആൻഡ് റിപ്പയർ മോഡിലേക്ക് പോകും. അതെ, ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാഗോസൈറ്റോസിസ് വഴി തലച്ചോറിലെത്തിയ ആ അതിശക്തമായ ഊർജം നേരെ പീനിയൽ, പിറ്റ്യൂട്ടറി ഗ്രന്ഥികളിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഗ്രന്ഥികളാണ് നമ്മുടെ ഉറക്കം, ഹോർമോൺ സന്തുലിതാവസ്ഥ, ആത്മീയമായ ഉണർവ് എന്നിവയെ നിയന്ത്രിക്കുന്നത്. ശരി. ഈ ഹൈഗ്രേഡ് ഇന്ധനം അവിടെ എത്തുമ്പോൾ അത് അതിശക്തമായ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായും ആത്മീയ പ്രകാശമായ ഓജസ്സായും മാറുന്നു എന്നാണ് ഈ രേഖകൾ സമർത്ഥിക്കുന്നത്. ശരി, തലച്ചോറിലെ ഗ്രന്ഥികളിലേക്ക് ഈ ഓജസ് എന്ന ഹൈ വോൾട്ടേജ് എനർജി എത്തുന്നു എന്ന് നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. എന്നാൽ ഈ ഊർജം നമ്മുടെ കോശങ്ങളെ, നമ്മുടെ ഭൗതിക ശരീരത്തെ എങ്ങനെയാണ് മാറ്റുന്നത്? കാരണം പ്രായമാകുക എന്നത് മാറ്റാൻ കഴിയാത്തൊരു പ്രക്രിയയാണെന്നാണ് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളത്. ഈ വാർദ്ധക്യത്തെ ചെറുക്കുന്ന കായസിദ്ധി എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയമായി എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? വാർദ്ധക്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ജീവശാസ്ത്രപരമായി മനസ്സിലാക്കുമ്പോഴാണ് ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിരന്തരം വിഭജിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അതെ, അറിയാം. ഓരോ തവണ കോശം വിഭജിക്കപ്പെടുമ്പോഴും ആ കോശങ്ങളിലെ ക്രോമോസോമുകളുടെ അറ്റത്തുള്ള ടീലോമിയറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നു.
ആ, ഈ ഷൂ ലേസിന്റെ അറ്റത്ത് ഒരു പ്ലാസ്റ്റിക് കവർ ഉള്ളത് പോലെ അല്ലേ ആ ടീലോമിയറുകൾ. ആ പ്ലാസ്റ്റിക് കവർ പൊട്ടിപ്പോകുമ്പോൾ ഷൂ ലേസിന്റെ നൂലുകൾ അഴിഞ്ഞു നശിക്കുന്നത് പോലെ കോശങ്ങൾ വിഭജിച്ച് വിഭജിച്ച് ഈ ടീലോമിയറുകൾ തേഞ്ഞു തീരുമ്പോഴാണ് നമുക്ക് വാർദ്ധക്യം വരുന്നത്. വളരെ കൃത്യമായ ഉപമ. ആ ടീലോമിയറുകളുടെ തേയ്മാനമാണ് വാർദ്ധക്യം. എന്നാൽ ഇവിടെ ഈ സ്രോതസ്സുകൾ മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്തെന്നാൽ, തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓജസ് എന്ന ഈ അതിശുദ്ധമായ ഊർജം രക്തത്തിലൂടെ കോടിക്കണക്കിന് കോശങ്ങളിലേക്ക് പ്രവഹിക്കുമ്പോൾ അത് ഈ ടീലോമിയറുകളുടെ തേയ്മാനം പൂർണ്ണമായും തടയുന്നു എന്നാണ്. ഓഹോ, അപ്പൊ അവിടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അതെ, നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കുന്ന ഗ്ലൂക്കോസ് എനർജിയേക്കാൾ എത്രയോ മടങ്ങ് പവർഫുൾ ആയ ഒരു ഡയറക്റ്റ് ചാർജിംഗ് ആണ് കോശങ്ങൾക്ക് ലഭിക്കുന്നത്. കോശങ്ങൾക്ക് നിരന്തരം ഈ ശുദ്ധമായ ഊർജം ലഭിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അവയ്ക്ക് തേയ്മാനം സംഭവിക്കില്ല. ഇതുകൊണ്ടാണ് നര, തൊലി ചുക്കിച്ചുളിയൽ എന്നിവ ഇല്ലാതാകുന്ന കായസിദ്ധി അവസ്ഥയുണ്ടാകുന്നത് എന്ന് ഈ ഉറവിടങ്ങൾ വിശദീകരിക്കുന്നു. ജീവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഇതൊരു വലിയ അവകാശവാദമാണ് കേട്ടോ. വാർദ്ധക്യം വരില്ല എന്ന് പറയുന്നത് പോട്ടെ, ഈ രേഖകളിൽ പറയുന്ന മറ്റൊരു കാര്യം മരണത്തെ തന്നെ വെല്ലുവിളിക്കാമെന്നാണ്. ഇച്ഛാമൃത്യു, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം മരിക്കുക. എനിക്കിവിടെ ശക്തമായൊരു വിയോജിപ്പുണ്ട്. എന്താണ് വിയോജിപ്പ്? ഒരു മനുഷ്യന് എങ്ങനെയാണ് സ്വന്തം ഹൃദയമിടിപ്പും ശ്വാസകോശത്തിന്റെ പ്രവർത്തനവും ഒക്കെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുക? അത് നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ലേ. നമ്മൾ വിചാരിച്ചാൽ അത് നിർത്താനോ തുടങ്ങാനോ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് ആ സംശയം തോന്നുക തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ യോഗശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ നമ്മുടെ ശരീരത്തിലെ അബോധപൂർവമായ, അതായത് ഓട്ടോണോമിക് പ്രവർത്തനങ്ങളെ ബോധപൂർവം നിയന്ത്രിക്കുക എന്നതാണ്. കായസിദ്ധി നേടിയ ഒരാൾക്ക് രോഗം വന്നോ അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ചോ ഉള്ള ഒരു സാധാരണ മരണം സംഭവിക്കില്ല എന്നാണ് ഈ രേഖകൾ അവകാശപ്പെടുന്നത്. ഇവരുടെ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, ദഹനം എന്നിവ പൂർണ്ണമായും ഇവരുടെ ഇച്ഛാശക്തിയുടെ നിയന്ത്രണത്തിലാകുന്നു. ഉദാഹരണത്തിന്, ഭഗവത്ഗീതയിൽ യുദ്ധകളത്തിൽ നിൽക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഒരു നല്ല യോദ്ധാവാകാൻ ഉപദേശിക്കുന്നതിന് പകരം തസ്മാത് യോഗി ഭവാർജുന, അതായത് നീ ഒരു യോഗിയാകൂ അർജുന എന്നാണ് പറയുന്നത്. കാരണം ഒരു യോഗിക്ക് മാത്രമേ സ്വന്തം നാഡീവ്യൂഹത്തെ പൂർണ്ണമായും നിയന്ത്രിച്ച് ജനന മരണ ചക്രങ്ങളെ ഭേദിക്കാൻ കഴിയൂ എന്നാണ് ഈ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ബോഡി സിസ്റ്റംസ് എല്ലാം മാനുവൽ കൺട്രോളിലാകും. ഓക്കെ, വാർദ്ധക്യം വരികയുമില്ല, മരണം സ്വയം തീരുമാനിക്കുകയും ചെയ്യാം. പക്ഷേ എനിക്ക് വീണ്ടും ഒരു ലോജിക്കൽ പ്രശ്നം തോന്നുന്നുണ്ട്. പറയൂ. ഒരു യന്ത്രം എത്ര പെർഫെക്റ്റ് ആണെങ്കിലും അത് പ്രവർത്തിക്കാൻ അതിൽ ഇന്ധനം ഒഴിക്കേണ്ടേ? ഈ യോഗികൾക്ക് മെറ്റബോളിസം ഇല്ലേ? അവർക്ക് നമ്മളെ പോലെ വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകില്ലേ? പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ അവരെ ബാധിക്കില്ലേ? അവിടെയാണ് നമ്മൾ എനർജി എഫിഷ്യൻസി അല്ലെങ്കിൽ ഊർജ കാര്യക്ഷമതയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മൾ സാധാരണയായി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അത് ദഹിപ്പിച്ച് ഊർജം വേർതിരിച്ചെടുക്കുന്നു. അതെ. ഈ ദഹന പ്രക്രിയയിൽ ശരീരത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കലുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പഴയ വണ്ടി ഓടുമ്പോൾ പുകയുണ്ടാകുന്നത് പോലെ. ഈ സെല്ലുലാർ മാലിന്യങ്ങളാണ് വാർദ്ധക്യത്തിനും പല രോഗങ്ങൾക്കും പ്രധാന കാരണം. ശരിയാണ്. എന്നാൽ ഈ സ്രോതസ്സുകൾ പ്രകാരം കായസിദ്ധി നേടിയൊരു യോഗിക്ക് പുറത്തു നിന്നുള്ള കലോറിയേക്കാൾ കൂടുതൽ ഊർജം സ്വന്തം ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓജസ്സിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. എന്നുവെച്ചാൽ ദഹനം എന്ന പ്രക്രിയയിലൂടെ അല്ലാതെ ശരീരത്തിന് നേരിട്ട് ഊർജം ലഭിക്കുന്നു. അതായത് യാതൊരു മാലിന്യങ്ങളും പുറത്തുവിടാത്ത 100% എഫിഷ്യൻസിയുള്ള ഒരു മെഷീനായി ശരീരം മാറുന്നു എന്നാണോ? അതെ, കൃത്യമായി അതാണ് ആശയം. ഉള്ളിലെ ഇന്ധനം വളരെ ശുദ്ധമായതുകൊണ്ട് കോശങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രമേണ ഇവർക്ക് ഭക്ഷണവും ദാഹവും ആവശ്യമില്ലാത്ത അവസ്ഥ വരുന്നു. ഓ, ഭക്ഷണം വേണ്ടേ? വേണ്ട. ഈ അവസ്ഥയെയാണ് പാശ്ചാത്യർ ലൈറ്റേറിയൻ അല്ലെങ്കിൽ വായു മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന അവസ്ഥ എന്ന് വിളിക്കുന്നത്. ഇവരുടെ നാഡീവ്യൂഹം അതിശക്തമായൊരു ഊർജവലയത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ കടുത്ത തണുപ്പോ ചൂടോ വലിയ ശാരീരിക വേദനകളോ ഒന്നും ഇവരെ ബാധിക്കില്ല എന്നാണ് ഈ രേഖകൾ അവകാശപ്പെടുന്നത്. വായുവും വെളിച്ചവും മാത്രം ഭക്ഷിച്ച് ജീവിക്കാം. ശരി, അവിടെ വരെ ഞാൻ ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന നിലയിൽ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ ഇതിന്റെ അടുത്ത ഘട്ടമായി ഈ രേഖകൾ പറയുന്ന അഷ്ടമസിദ്ധികൾ കേൾക്കുമ്പോൾ ഒരു സയൻസ് പ്രേമി എന്ന നിലയിൽ എനിക്ക് ശക്തമായി എതിർക്കേണ്ടി വരും കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒരു മനുഷ്യന് അണുവിനെ പോലെ ചെറുതാകാൻ കഴിയുക, അതായത് അണിമ, മല പോലെ വലുതാകാൻ കഴിയുക, അതാണ് മഹിമ,
കാറ്റുപോലെ ഭാരം കുറയാൻ കഴിയുക അഥവാ ലഘിമ എന്നൊക്കെ പറയുന്നത് തികച്ചും ഭൗതികശാസ്ത്ര നിയമങ്ങൾക്ക് എതിരല്ലേ? ഇത് വെറുമൊരു കെട്ടുകഥയാണെന്ന് കേൾക്കുന്ന ആർക്കും തോന്നും. ഈ സ്രോതസ്സുകൾ ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? അതോ ഇവിടെ വെച്ച് സയൻസ് അവസാനിക്കുകയും കേവലം ഫാന്റസി തുടങ്ങുകയും ചെയ്യുകയാണോ? നിങ്ങൾ ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് നന്നായി. കാരണം ഭൗതിക ശാസ്ത്രത്തിന്റെ സാധാരണ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് തീർത്തും അസാധ്യമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഈ സ്രോതസ്സുകൾ ഇത് കേവലം മാന്ത്രിക വിദ്യയാണെന്ന് പറയുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? അവർ മുന്നോട്ട് വെക്കുന്ന വാദം എന്തെന്നാൽ, ഈ ഓജസ് എന്ന അതിശക്തമായ ഊർജം ഉപയോഗിച്ച് ഒരു യോഗിക്ക് തന്റെ ശരീരത്തിലെ ഓരോ അണുക്കളുടെയും ഘടനയെയും അകലത്തെയും വരെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ്. അണുക്കൾക്കിടയിലുള്ള സ്ഥലം കുറച്ചാൽ ശരീരം ചെറുതാകുമെന്നും അവയെ വികസിപ്പിച്ചാൽ ശരീരം വലുതാകുമെന്നുമാണ് യോഗശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. ആഹാ, ഇത് ആധുനിക സയൻസ് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലെങ്കിലും പുരാതന യോഗ ഗ്രന്ഥങ്ങൾ ഇതിനെ കാണുന്നത് മാറ്റർ അഥവാ പദാർത്ഥത്തിന്മേലുള്ള പൂർണ്ണമായ ആധിപത്യം എന്ന നിലയിലാണ്. മാറ്ററിന്മേലുള്ള ആധിപത്യം. ഓക്കെ, അതെന്തായാലും നമ്മൾ സാധാരണ അംഗീകരിക്കുന്ന സയൻസിന്റെ പരിധികൾക്കപ്പുറമാണ്. പക്ഷേ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചരിത്രപരമായ തെളിവുണ്ടോ? ഇതൊക്കെ ഏതെങ്കിലും ഹിമാലയൻ ഗുഹകളിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന വായ്മൊഴി കഥകൾ മാത്രമാണോ? ഇതൊരു മികച്ച ചോദ്യമാണ്. കാരണം ഈ സ്രോതസ്സുകൾ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്നത് ഒരു ജീവിക്കുന്ന ചരിത്രത്തെയാണ്. ചരിത്രമോ? അതെ, വെറും 150 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന രാമലിംഗ അടികൾ അഥവാ വള്ളലാർ എന്ന ചരിത്ര പുരുഷനെയാണ് ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം വാടിയ ചെടിയെ കണ്ടപ്പോൾ പോലും സങ്കടപ്പെട്ട ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നുവെന്ന് പലർക്കും അറിയാം. വള്ളലാർ. എന്നാൽ അതൊരു അനാറ്റമിക്കൽ മിറാക്കിൾ കൂടി ആയിരുന്നു എന്നാണ് ഈ രേഖകൾ അവകാശപ്പെടുന്നത്. അനാറ്റമിക്കൽ മിറാക്കിൾ, അതായത് നമ്മളീ പറയുന്ന അവിശ്വസനീയമായ മാറ്റങ്ങളെല്ലാം അദ്ദേഹം സ്വന്തം ശരീരത്തിൽ കൊണ്ടുവന്നിരുന്നു എന്നാണോ? അതെ, നമ്മൾ നേരത്തെ വിശദീകരിച്ച ആ ബ്രഹ്മചര്യത്തിലൂടെയും നിരന്തരമായ ആത്മീയ പരിശീലനത്തിലൂടെയും വള്ളലാർ തന്റെ ശരീരത്തിന്റെ കോശഘടനയെ പൂർണ്ണമായും മാറ്റിമറിച്ചു എന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്. രക്തവും മാംസവുമുള്ള തന്റെ ശരീരത്തെ അദ്ദേഹം ശുദ്ധ വടിവം അഥവാ പ്രകാശ ശരീരമാക്കി മാറ്റി. പ്രകാശ ശരീരം? അതെ, ലൈറ്റ് ബോഡി. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ വിശപ്പോ ദാഹമോ ഉറക്കമോ ഇല്ലാത്ത, വാർദ്ധക്യം ബാധിക്കാത്ത ഒരു മനുഷ്യനായി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജീവിച്ചു കാണിച്ചു. ഈ പ്രകാശ ശരീരം എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും എന്താണ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 1874 സംഭവമായി ഇതിന് ബന്ധമുണ്ടോ? കൃത്യമായും ബന്ധമുണ്ട്. 1874 ജനുവരിയിൽ അദ്ദേഹം തന്റെ അനുയായികളോട് യാത്ര പറഞ്ഞ് സിദ്ധിവിലാകം എന്ന മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. ആ വാതിൽ തുറന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ശരീരം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, പറഞ്ഞിരുന്നു. ആ ശരീരം ഒരു സാധാരണ മനുഷ്യനെ പോലെ അഴുകി നശിക്കുകയല്ല ഉണ്ടായത്. മറിച്ച് അത് പൂർണ്ണമായും പ്രകാശമായി മാറി പ്രപഞ്ചത്തിലെ ആ മഹാപ്രകാശത്തോട് ലയിക്കുകയായിരുന്നു എന്ന് ചരിത്രരേഖകളും ദൃക്സാക്ഷി വിവരണങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ഈ യൂട്യൂബ് ചാനൽ അവകാശപ്പെടുന്നു. അതിശയകരം തന്നെ. ഇതിനെയാണ് അദ്ദേഹം അരുൾപ്പെരും ജ്യോതി എന്ന് വിശേഷിപ്പിച്ചത്. നമ്മൾ ഇതുവരെ സംസാരിച്ച ജീവശാസ്ത്രപരമായ ഊർജ സംരക്ഷണത്തിന്റെയും കായസിദ്ധിയുടെയും പ്രകാശ ശരീരത്തിന്റെയും ഏറ്റവും വലിയ ചരിത്രപരമായ ഉദാഹരണമായിട്ടാണ് ഈ സ്രോതസ്സുകൾ വള്ളലാരെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? നമ്മൾ തുടങ്ങിയത് വളരെ ലളിതമായ ഒരു കാര്യത്തിൽ നിന്നാണ്, ശരീരത്തിന്റെ ജീവശക്തിയെ സംരക്ഷിക്കുക എന്നത്. ആ സംരക്ഷിക്കപ്പെടുന്ന ഊർജം ഫാഗോസൈറ്റോസിസ് വഴി നമ്മുടെ തലച്ചോറിലെത്തുന്നു. വാഗസ് നാഡി ശാന്തമാകുമ്പോൾ അത് പീനിയൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് ഓജസ് ആക്കി മാറ്റപ്പെടുന്നു. അതെ, ഈ ഓജസ് കോശങ്ങളിലെ ടീലോമിയറുകളുടെ തേയ്മാനം തടഞ്ഞ് കായസിദ്ധിയിലൂടെ ശരീരത്തെ വാർദ്ധക്യമില്ലാത്ത ഒന്നാക്കി മാറ്റുന്നു എന്ന വാദവും അതിന്റെ ഏറ്റവും വലിയ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വള്ളലാരുടെ അത്ഭുതകരമായ ചരിത്രവുമാണ് നാം കണ്ടത്. ഇതിൽ പലതും ആധുനിക സയൻസിന്റെ പരിധികൾക്കപ്പുറത്താണെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ ഒളിഞ്ഞു കിടക്കുന്ന സാധ്യതകളെ കുറിച്ചുള്ള വളരെ കൗതുകകരമായ ഒരു കാഴ്ചപ്പാടാണിത്. തീർച്ചയായും. ഇപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നാളെ തന്നെ വള്ളലാറെ പോലെ ഒരു പ്രകാശ ശരീരമായി മാറണം എന്ന യാതൊരു നിർബന്ധവുമില്ല. ഒരു പക്ഷേ ഇതിലെ പല വാദങ്ങളോടും നിങ്ങൾക്ക് ശാസ്ത്രീയമായ വിയോജിപ്പുകളും ഉണ്ടാകാം. സ്വാഭാവികമാണ്. എന്നാൽ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട വളരെ പ്രായോഗികമായ ഒരു പാഠമുണ്ട്.
നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഊർജത്തെ പാഴാക്കാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിശക്തിയും ഏകാഗ്രതയും ദൈനംദിന ജീവിതത്തിലെ കാര്യക്ഷമതയും നമുക്ക് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് നാം യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത്. വളരെ ശരിയായൊരു നിരീക്ഷണമാണത്. നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ എത്ര വലുതാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് നമ്മുടെ ഭൗതികമായ ഊർജം പാഴാക്കുന്നതിനെ കുറിച്ചും അത് സംരക്ഷിക്കുന്നതിനെ കുറിച്ചുമാണ്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒരുപക്ഷെ ട്രാഫിക്കിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോഴോ നിരന്തരമായ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകളിലൂടെയും അനാവശ്യമായ ചിന്തകളിലൂടെയും നിങ്ങളുടെ വിലപ്പെട്ട മാനസിക ഊർജവും ശ്രദ്ധയും എത്രത്തോളമാണ് നിങ്ങൾ ദിനംപ്രതി പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? ശരിയാണ്, അതൊരു വലിയ പ്രശ്നമാണ്. ഭൗതിക ഊർജം സംരക്ഷിച്ചാൽ ഒരു സാധാരണ ശരീരത്തെ പ്രകാശമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ പലയിടത്തായി ചിതറിക്കിടക്കുന്ന നിങ്ങളുടെ മാനസിക ഊർജവും ശ്രദ്ധയും ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു പക്ഷേ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വന്തം കായസിദ്ധിയുടെ ആദ്യപടി ആ മാനസികമായ ശ്രദ്ധ കേന്ദ്രീകരണമായിരിക്കില്ലേ? അതൊരു ഗംഭീരമായ ചിന്തയാണ്. നമ്മളിലെ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അതെ, ഇതേപ്പറ്റി ആഴത്തിൽ ചിന്തിക്കാൻ നിങ്ങളെ വിട്ടുകൊണ്ട് തീർത്തും വിജ്ഞാനപ്രദവും ചിന്തിപ്പിക്കുന്നതുമായ മറ്റൊരു വിഷയവുമായി അടുത്ത തവണ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിശദമായ അന്വേഷണം ഇവിടെ പൂർത്തിയാക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.